ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വരവറിയിച്ചുകൊണ്ട് വീണ്ടും ഒരു ക്രിസ്മസ് കാലം വരവായി. മനുഷ്യൻ്റെ അസാധ്യതകൾക്ക് സ്വർഗം നൽകുന്ന ഉത്തരമാണ് ക്രിസ്മസ്. ലോക നന്മയ്ക്കായി മനുഷ്യനായി പിറന്ന യേശുക്രിസ്തു സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രതീകമാണ്. പല രൂപപരിണാമങ്ങളും പിന്നിട്ട ക്രിസ്മസ് ആഘോഷം ഇന്ന് ഒരു മാസത്തിലേറെ നീണ്ടു നിൽക്കുന്ന ആഗോള ആഘോഷമാണ്. ഈ ആഘോഷത്തെ ആകർഷകമാക്കുന്നത് ക്രിസ്തുവാണോ കച്ചവടമാണോ എന്നതാണ് ഉത്തരം കിട്ടാത്ത ചോദ്യം. ഈശോയെ എടുത്തു കളഞ്ഞ് മതപരമായി ആഘോഷിക്കാത്ത ക്രിസ്മസ് ആണ് ഇന്ന് ലോകത്തിൻ്റെ പല വിഭാഗങ്ങളിലും നിലനിൽക്കുന്നത്. പുൽക്കൂട്ടിൽ പിറന്ന ഈശോയുടെ പുൽക്കൂടിനെ സ്മരിക്കുന്നതിനു പകരം ക്രിസ്മസ് ട്രീക്കും സാന്റാക്ലോസിനും അമിത പ്രാധാന്യം നൽകുന്നത് ക്രിസ്തുവിനെ ക്രിസ്മസിൽ നിന്ന് എടുത്തു കളയുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ക്രിസ്തുവില്ലാത്ത ക്രിസ്മസ് നിഷേധിക്കുന്നത് ക്രിസ്തു എന്ന മഹാവ്യക്തിത്വത്തെയും അവിടുത്തെ സന്ദേശത്തെയുമാണ്. കമ്പോളവൽക്കരിക്കപ്പെടുന്ന ക്രിസ്മസ് ആഘോഷങ്ങളിൽ ക്രിസ്തുവിനെ നിഷേധിക്കാതെ വീണ്ടും ഒരു ക്രിസ്മസ് നമുക്കുണ്ടാകുന്നതിനായി പ്രാർത്ഥിക്കാം. ആമേൻ.